കുറച്ചു കാലങ്ങളായി ഇന്ത്യ മിസൈൽ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. അത് നാം ഓപ്പറേഷൻ സിന്ദൂറുമായി ഉൾപ്പെടെ നാം കണ്ടതാണ്, നമ്മുടെ കൺമുൻപിൽ കണ്ടതാണ്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു മിസൈൽ പരീക്ഷണം കൂടി ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ആളൊരു ചെറിയ മിസൈലല്ല അല്ലേ? അതെ, അസ്ത്ര എന്നു പേരുള്ള കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും വലിയ നാശം വിതയ്ക്കാൻ കഴിയുന്ന മിസൈൽ, അതും തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മുടെ DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് അതിൻ്റെ പരീക്ഷണം നടത്തിയത്. വികസിപ്പിച്ചത് DRDO ആണ്. ഇനി അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്കായിരിക്കും നമ്മളത് നിർമ്മാണ കരാർ കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ആ മിസൈൽ രൂപകൽപ്പന ചെയ്ത് അതിൻ്റെ പ്രഹരശേഷി, അതിൻ്റെ വേഗം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർണയിച്ച് ഒരു മിസൈൽ നിർമ്മിച്ച് അത് പരീക്ഷിച്ചു. അത് നമ്മൾ ഈ പരിപൂർണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ്. അതിൻ്റെ ഒരു കമ്പോണൻറ്റും നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ഒരിടത്തുനിന്ന് ലഭിച്ചതല്ല, എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് 100% തദ്ദേശീയമാണെന്ന് പറയാം. അത് നമ്മൾ ഈ സുഖോയ് 30 എന്ന് പറയുന്ന വിമാനത്തിൽ നിന്നാണ്, MK1 ആ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇതിനെ വിക്ഷേപിച്ചത്, ഈ മിസൈൽ അയച്ചത്. ആ പരീക്ഷണം അങ്ങനെയായിരുന്നു. ഇത് ശരിക്കും ഈ ആളില്ലാ വിമാനങ്ങളും ആളില്ലാ ഡ്രോണുകളും ഉണ്ടല്ലോ, അതിനകത്ത് അത് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരാളുണ്ടാകത്തില്ല. ഡ്രോണുകൾ പൊതുവേ നമുക്കറിയാം, അത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് അതിനെ ഇത്. ആളില്ലാ വിമാനങ്ങളുണ്ട്, ചെറിയ വിമാനങ്ങൾ. അത്തരം വിമാനങ്ങളെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ അസ്ത്ര നമ്മൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു ലോകക്രമത്തിൽ യുദ്ധങ്ങളെല്ലാം ഈ ആയുധങ്ങൾ തമ്മിൽ ആയിരിക്കും. കാരണം അത് ഏറ്റവും അവസാനം നാം കണ്ടതാണ്, ഇറാനും ഇസ്രയേലും തമ്മിൽ. അതിർത്തി രാജ്യങ്ങൾ പോലും അല്ലല്ലേ, രണ്ട് രാജ്യങ്ങൾക്ക് അപ്പുറമുള്ള ഇസ്രയേലിൽ നിന്ന് ജോർദാനും ഈജിപ്തും ഒക്കെ കടന്നിട്ടാണ് പോയി ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്, മിസൈൽ ചെന്ന് പതിച്ചത്. തിരിച്ചതുപോലെ ഇറാൻ അവിടുന്ന് അയച്ച മിസൈലുകളെ ജോർദാനിൽ വെച്ചിട്ടാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇസ്രായേൽ നശിപ്പിച്ച് കളയുന്നത്. ഇനിയുള്ള കാലത്ത് സൈനികരുടെ ആവശ്യം വളരെ കുറവാണ്. നമ്മൾ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കാണുമ്പം ഈ ആകാശത്തിൽ ഈ മിസൈലുകൾ തമ്മിലുള്ള യുദ്ധം കാണുമ്പോൾ തൃശ്ശൂർ പൂരം വെടിക്കെട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. വെടിക്കെട്ടിന് നമ്മൾ കുട്ടിക്കാലത്ത് ഈ മഹാഭാരതം കാണില്ലേ, അതെ അതെ, നാഗാസ്ത്രം അയക്കുന്നു, വരുണാസ്ത്രം അയക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഈ ശരിക്കും ഇതിനൊക്കെ പേരിടുന്നത് പോലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ അസ്ത്ര എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് 20-25 വർഷമായിട്ട്, ഏതാണ്ട് വാജ്പേയിയുടെ ഭരണകാലം തൊട്ട് തന്നെ നമ്മൾ ഈ മിസൈൽ രംഗത്ത് മിസൈലുകളെ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ വലിയ പരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമേരിക്കയോ റഷ്യയോ അവിടെ നിന്നൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. നമ്മളറിയാം, അത് ഗൾഫ് യുദ്ധത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. കുവൈറ്റിനെ ഇറാഖ് പിടിച്ചടക്കിയപ്പോൾ ഈ സൗദിയിൽ അമേരിക്ക നടത്തിയ സന്നാഹങ്ങളും അമേരിക്ക എയർബേസ് അവിടെ സ്ഥാപിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ ഈ ഇറാഖ് ഇസ്രായേലിനെയൊക്കെ ആക്രമിക്കാൻ ചെല്ലുകയും ഇറാനെ ആക്രമിക്കാൻ ചെല്ലുകയും അങ്ങനെ ഒരു വലിയ യുദ്ധം പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ഇറാഖിൻ്റെ മിസൈലുകളെ പേട്രൈറ്റ് സ്കഡ് മിസൈലുകളാണ് ഇറാഖ് അയക്കുന്നതെങ്കിൽ പേട്രൈറ്റ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആ സ്കഡ് മിസൈലുകളെ അമേരിക്ക തകർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ അന്നത്തെ ടെക്നോളജി അതായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ നിന്നൊക്കെ നമ്മൾ വളരെ മുന്നേറി മനുഷ്യൻ. ഇന്ന് ചെറിയ ഈ ആകാശ് മിസൈൽ എന്ന് പറയുന്നത് ചെറിയ റോക്കറ്റുകൾ ഘടിപ്പിച്ച മിസൈലാണ്. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ റോക്കറ്റുകൾ വെടിയുണ്ട പായുന്നത് പോലെ ഇങ്ങനെ തുടരെ പാഞ്ഞു ചെന്ന് ശത്രുവിന് നാശം വിതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലും ഈ ആകാശ് മിസൈലുകൾ നമ്മൾ ഉപയോഗിച്ചു. അതുപയോഗിച്ച് ആകാശിലെ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണങ്ങളെ നമ്മൾ തകർത്തത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ അസ്ത്ര മിസൈല് വിമാനത്തിൽ നിന്ന് തൊടുക്കുന്ന വിധത്തിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. 100 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു അന്തരീക്ഷത്തിലൂടെ 100 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ഈ എതിരാളികളുടെ വ്യോമാക്രമണങ്ങളെ നമുക്ക് തകർക്കാൻ സാധിക്കും ഈ മിസൈൽ ഉപയോഗിച്ച്. ഇത് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, സെൻറ്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ്
ടെസ്റ്റ് റേഞ്ച് ടീം എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണം ഇവരെല്ലാവരും വെച്ച എല്ലാ മാനദണ്ഡങ്ങളും ഇത് വിജയിച്ചു. അത് പാലിച്ചുകൊണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു പരീക്ഷണം. ആ പരീക്ഷണം പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ചിപ്പോൾ വ്യോമ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇതൊരു വ്യോമ പ്രതിരോധത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ അസ്ത്ര മിസൈലിൻ്റെ തദ്ദേശീയമായ കണ്ടുപിടുത്തം. രാജ്നാഥ് സിംഗ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം അഭിനന്ദിക്കുകയും നമ്മുടെ ഈ നേട്ടം ലോകത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ആകാശ യുദ്ധത്തിൽ നമുക്കൊരു വലിയ മേൽക്കൈ ഉണ്ടായിരിക്കുകയാണ്. ഒരു പക്ഷേ റഷ്യയും ചൈനയും പോലും അവിടെ നമ്മുടെ അടുത്തേക്ക് എത്താൻ ഒന്ന് പ്രയാസപ്പെടും എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഏതാണ്ട് അമേരിക്കയ്ക്ക് തുല്യമായ, അമേരിക്കയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, വ്യോമ ആക്രമണ സംവിധാനം രണ്ടും നമുക്കുണ്ട്. ഇത് രണ്ടിലും നമ്മൾ വലിയ നേട്ടം കൊയ്തതായിട്ട് DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്താണ് അറിയിച്ചത്. അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നാഴികക്കല്ലാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അസ്ത്ര എന്ന ഈ പുതിയ മിസൈൽ വരുന്നത്. അത് ഇന്ന് നമുക്കറിയാം, അഗ്നിവീറിലൂടെയൊക്കെ നമ്മൾ ചെറുപ്പക്കാരുടെ എണ്ണം സൈന്യത്തിൽ വളരെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം അവരെ ഈ സൈനിക സേവനത്തിനപ്പുറത്തേക്ക് മറ്റ് സാമ്പത്തിക മേഖലകളിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ കാലയളവിൽ സൈനിക സേവനം, മറ്റത് ഏറ്റവും കുറഞ്ഞത് 15 വർഷത്തെ സേവനം കഴിഞ്ഞ് മാത്രമേ വിരമിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, 5 വർഷം കഴിയുമ്പോൾ അവർക്ക് വിരമിച്ചു പോകാം. വിരമിച്ചു പോകുമ്പോൾ അവർക്ക് അതിനുള്ള മുന്നോട്ട് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ പണവും മറ്റു കാര്യങ്ങളും നൽകും. അതുപോലെ മറ്റ് ജോലികൾക്ക് അവർക്ക് സംവരണമുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിവീർ എന്ന് പറയുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് സംവിധാനത്തിൽ ഇനിയിപ്പോൾ യുദ്ധമെല്ലാം ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ളതാണ്. ഇത്തരത്തിലുള്ള മിസൈലുകളും ചെറിയ റോക്കറ്റുകളും ഒക്കെ അതുപയോഗിച്ചാണ് പരസ്പരം തന്നെ വലിയ രീതിയിൽ ആളില്ലാ വിമാനങ്ങൾ. അതെ, നമ്മൾ ഡ്രോണ് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയിലാണ്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മികച്ച ഡ്രോണുകൾ, ഇപ്പം നമ്മൾ ഒന്നാം തലമുറ ഡ്രോണൊക്കെ ഒന്നാം തലമുറ 2ാം തലമുറ ഡ്രോണൊക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ രീതിയിൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് വലിയ വരുമാനം നേടിത്തരുന്നതാണ്. എന്നാൽ ഇതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ, വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുമ്പോൾ നമുക്ക് വലിയ തോതിൽ പണം ലഭിക്കും. അത് ഈ കയറ്റുമതിയിലൂടെ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ പ്രതിരോധ ചെലവിൻ്റെ 50% കൂടുതൽ നമ്മൾ ഇറക്കുമതിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് വിവിധ തരത്തിലുള്ള. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ചൈനയെ സമീപിക്കുന്ന വലിയ രാജ്യങ്ങൾ അത് ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങി. അതാണല്ലോ ചൈനയ്ക്ക് ഇത്രയും ചൊറിച്ചിലിനും കാരണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കയറ്റുമതി നമ്മൾ സാധാരണ ഇറക്കുമതിയിൽ നമ്മുടെ പ്രതിരോധ ചെലവിൻ്റെ 50% കൂടുതൽ നമ്മൾ ഇറക്കുമതിക്ക് വിനിയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ പരിപൂർണമായിട്ടും തദ്ദേശീയമായി ഇത് നിർമ്മിക്കാൻ പ്രാപ്തരാകുകയും ഒപ്പം ഇതിൻ്റെ കയറ്റുമതി വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് വിവിധ രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ വരുമാനം നമുക്കതിലൂടെ ലഭിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ നേട്ടമാണ്. അതിനെ കുറച്ച് കാണാൻ സാധിക്കില്ല. മോദി സർക്കാർ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷം 11 വർഷം കൊണ്ട് നമുക്ക് നിരവധി മേഖലകളിൽ, ഈ പ്രതിരോധ മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലും വാണിജ്യ മേഖലയിലും ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ GDP കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടേതാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതിരോധ മേഖലയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ, കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നു യുദ്ധോപകരണങ്ങൾ എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. വലിയ വരുമാനം നമ്മുടെ രാജ്യത്തിന് നേടിത്തരുമെന്ന് തീർച്ചയാണ്.